ഇന്ന് നമ്മൾ പഠിക്കുന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ഒരു സൂറത്ത്, അതുപോലെ 2 ആയത്തുകളെ പറ്റിയാണ്. ഈ 2 ആയത്തുകളും ഞാൻ ഈ പഠിപ്പിക്കുന്ന ഈ സൂറത്തും നമ്മുടെ ജീവിതത്തിന്റെ ഉടനീളം നമുക്ക് വിജയിക്കാൻ പറ്റുന്നതാണ്. ഒരാൾ നമ്മളുടെ അടുക്കലേക്ക് ഒരുപാട് കമന്റുകളിൽ വന്നത്, ഉസ്താദേ, പാതിരാത്രികളിൽ അവിടെ നിന്ന് കിടന്നുറങ്ങുമ്പോൾ സ്വപ്നം കാണുകയാണ്, ദുസ്വപ്നങ്ങൾ കാണുന്നുണ്ട്. അങ്ങനെ പല ആളുകളും ഇങ്ങനെ സങ്കടത്തിലാണ്. ചില ആളുകൾ, ചില മക്കൾ പാതിരാത്രിയിൽ അവർ പേടിച്ചിരുന്നു കൊണ്ട് കരയാറുണ്ട്, സങ്കടപ്പെടാറുണ്ട്. ഉമ്മാന്റെ അരികത്ത് കിടക്കുന്ന മക്കൾ വല്ലാതെ വേദനിച്ച് കരയും. ഉമ്മ ചോദിക്കും എന്തു പറ്റി? ആ സമയത്ത് അവിടെ നിന്ന് മക്കൾ പറയും, ഉമ്മ എന്തോ ദുസ്വപ്നം കണ്ടിട്ട് പേടിച്ചു പോയതാണ്. എന്നാൽ അതിനുള്ള പരിഹാരം പിശാച് തന്നെ സമ്മതിച്ച കാര്യമുണ്ട്. പിശാച് തന്നെ, ഇബ്ലീസ് ലഅനത്തുള്ള തന്നെ സമ്മതിച്ചൊരു കാര്യമുണ്ട്. എന്താണ്? ഈ വരായത്ത്, ഖുർആനിന്റെ ഈ വരായത്ത് ഓതിക്കഴിഞ്ഞാൽ ഉറങ്ങുന്ന സമയം ആരെങ്കിലും, ഏതാണ് മറ്റൊന്നുമല്ല, നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരായത്താണ്, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തും വലാ നൗമുൻ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽം ഇല്ലാ ബിമാ ശാഅ വസിയ കുർസിയ്യുഹുസ് സമാവാതി വൽ അർള് വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയ്യുൽ അലീം. അല്ലാഹുവേ, ഉറങ്ങുന്നതിന് മുമ്പ്, ഉറങ്ങുന്ന സമയത്ത് ആരെങ്കിലും ആയത്തുൽ കുർസി ഓതിക്കിടന്നാൽ പിശാചിന്റെ പ്രവർത്തനം മൂലം ഉണ്ടാകുന്ന ദുസ്വപ്നങ്ങൾ, അതുപോലെ സ്ഖലനങ്ങൾ എന്നിവ ഉണ്ടാകൂല. പിശാചിന്റെ യാതൊരു ഉപദ്രവം അവനിക്ക് വരൂല്ല. പിശാചൻ അവിടുന്ന് സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു പോയതാണ്, സമ്മതിച്ച കാര്യമാ. ആയത്തുൽ കുർസി ഏതൊരാൾ ഓതുന്നോ അവനെ എനിക്ക് തെറ്റിക്കാൻ കഴിയില്ല, അവനെ എനിക്ക് ഉപദ്രവിക്കാൻ കഴിയില്ല, അവനെ എനിക്ക് സങ്കടപ്പെടുത്താൻ കഴിയില്ല. എന്നാൽ എന്റെ സഹോദരങ്ങളെ, കൊച്ചുമക്കളാണ്, 1 വയസ്സ് പ്രായമെത്താത്ത പൊന്നുമക്കൾക്ക് ആയത്തുൽ കുർസി ഓതാൻ അറിയില്ല. എന്നാൽ എന്ത് ചെയ്യണമെന്നറിയുമോ? അവിടെ ഇരുന്നു കൊണ്ട് നല്ല നീയത്തോടെ, നല്ല മനസ്സോടെ ആ കുട്ടിയുടെ ഉമ്മ, പൊന്നുമകനിക്ക് ആയത്തുൽ കുർസി ഓതിയിട്ട് ആ കുട്ടിയുടെ നെറ്റിത്തടത്തിലേക്ക് അങ്ങ് മന്ത്രിച്ചാൽ അവൻ ഉണരുന്നത് വരെ ഇബ്ലീസിന്റെ പൈശാചികമായ ഒരു കരങ്ങളും അവനിക്കുണ്ടാകില്ല, ആ പൊന്നുമോനിക്കുണ്ടാകില്ല. ഇനി വയസ്സായവരാണോ വലിയ ആളുകളാണോ? പല ആളുകളും പറയുന്നു, ഉസ്താദേ, കുറെ ദിവസങ്ങളായി കിടന്നുറങ്ങുമ്പോ വല്ലാത്ത ദുസ്വപ്നങ്ങൾ കാണുകയാണ്, വല്ലാത്ത ദുസ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് കടന്നു പോവുകയാണ്. അതിനൊരു പരിഹാരം വേണമല്ലോ, അതിനെനിക്കൊരു പരിഹാരം വേണം. അങ്ങനെ ഉള്ള ദുസ്വപ്നങ്ങൾ കാണാതിരിക്കാൻ അതിന് വേണ്ടുന്ന ഏറ്റവും നല്ല ഉപദേശം, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തും വലാ നൗം. പടച്ച തമ്പുരാനിക്ക് ഉറക്കമില്ല എന്നുള്ള പരിശുദ്ധമായ പവിത്രമായ ഖുർആനിന്റെ ആയത്ത് ഇത് ഓതിയിട്ട് ആര് കിടക്കുന്നോ അവനിക്ക് രോഗങ്ങളിൽ നിന്നൊക്കെ നേടാൻ രക്ഷയാണ്. എന്തിനേറെ ഉവൈസുൽ ഫത്താഹ് റളിയല്ലാഹു അൻഹു അവിടുന്ന് വലിയ മരുന്ന് കൊടുക്കുന്ന ആളാണ്. ഒരു കൊച്ചുകുട്ടിയെ കൊണ്ടുവന്നു. എത്ര വയസ്സാണ് പ്രായമെന്നറിയുമോ? അവിടുന്ന് 8 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അവന്റെ രോഗമെന്നറിയുമോ? ഉറക്കത്തിൽ കിടന്ന് സംസാരിക്കുന്നുണ്ട്. അവന് 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, അവൻ ഉറക്കത്തിൽ കിടന്നിട്ട് സംസാരിക്കും. നമ്മുടെയും ചില ആളുകളുടെ മക്കൾ എന്ത് ചെയ്യാറുണ്ട്? ഉറക്കത്തിൽ കിടന്നിട്ട് പലതും വിളിച്ചു പറയും, പല കാര്യങ്ങളും പറയും ഉറക്കത്തിൽ കിടന്ന്. അപ്പൊ നമ്മൾ തന്നെ അടുത്ത് കിടക്കുന്ന ഉമ്മ ചോദിക്കും എന്താണെന്ന് ചോദിക്കുക. അപ്പൊ ചിലപ്പോ അതിന് മറുപടി പറയും. അങ്ങനെ ഉറക്കത്തിലുള്ള ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ ഉറക്കത്തിൽ വർത്തമാനം നമ്മുടെ നാട്ടിൽ പിച്ചുംപേയും എന്ന് പറയും. ചില ആളുകൾ ഇങ്ങനെ ഉറക്കത്തിൽ കിടന്നിട്ട് വണ്ടി ഓടിക്കും. ചില ആളുകൾ പറയും അത് 1 കിലോക്ക് 50 രൂപ, 50 കിലോ ഓറഞ്ച്, 30 കിലോ അരി എന്നൊക്കെ പറയും, പഞ്ചസാര എന്നൊക്കെ പറയും. എന്താ ഉറക്കത്തിൽ കിടന്നിട്ട് ഇങ്ങനെ വിളിച്ചു പറയാ? ഈ കളിക്കുന്ന മക്കളാണ് ഓടാ, ഓടി ഒളിക്കട, പന്തെടുക്കട, ക്രിക്കറ്റ് കളിക്കട, ബാറ്റെടുക്കട എന്ന് പറയും. ഇതൊക്കെ ഉറക്കത്തിലാണ്. ചിലപ്പോ അടുത്ത് കിടക്കുമ്പോ ഈമാരും വല്ല ബാറ്റിങ്ങും എല്ലാം ചെയ്യുന്നതാണ് ഇപ്പൊ സ്വപ്നം
സ്വപ്നം കാണുന്നെങ്കിൽ അടുത്ത് കിടക്കണ ഉമ്മാക്ക് നല്ല ഗോളായിരിക്കും, ഒറ്റ അടിയായിരിക്കും. പക്ഷെ അവർ എന്തല്ല, മനഃപൂർവ്വമല്ല. ഒന്നാമത്തെ ഉറക്കത്തിൽ കിടന്നവൻ വർത്തമാനം പറയും. രണ്ടാമത്തതോ അവൻ കിടന്ന് മൂത്രമൊഴിക്കുന്നൊരു സ്വഭാവമുണ്ട്. മൂന്നാമത്തതോ അവൻ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്നൊരു സ്വഭാവമുണ്ട്. തങ്ങളെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എന്റെ പൊന്നുമകൻ ഞാൻ അവിടെ നിന്ന് കിടന്നുറങ്ങുമ്പോ പാതിരാത്രി ഞാൻ വരാൻ സമയമാകുന്നുവെന്നറിയുമ്പോ എന്റെ പ്രിയപ്പെട്ടവള് കതകന് കുറ്റിയിടാതങ്ങ് കിടന്നു. അള്ളാഹുവേ, ഞാൻ വരാൻ ഒരുപാട് വൈകി. ആ സമയത്ത് എന്റെ പൊന്നുമകൻ ഇവിടെ നിന്ന് കതക് തുറന്ന് ഉറക്കത്തിൽ അങ്ങ് ഇറങ്ങിപ്പോയി. എവിടെ പോയെന്നൊരു പിടുത്തവുമില്ല. അങ്ങനെ ഞാൻ വന്നപ്പോഴാണ് അറിയുന്നത് പൊന്നുമകൻ ഇവിടെ ഇല്ല എന്ന്. അങ്ങനെ നടന്ന് പോകുമ്പോഴോ അവിടെ നിന്നൊരു പൊട്ടക്കിണറിന്റെ അരികത്ത് പോയിരിക്കുകയാ. എന്റെ കണ്ണവിടെ എത്തിയില്ലെങ്കിലോ ആ കിണറ്റിന്റെ ഉള്ളിലേക്ക് എന്റെ കുഞ്ഞുമോനങ്ങ് വീഴുമായിരുന്നല്ലോ. ആ കുഞ്ഞുമോനങ്ങ് വീഴുമായിരുന്നല്ലോ. അതുകൊണ്ട് സുബ്ഹാനല്ലാഹ്, അവന്റെ ഈയുള്ള 3 കാര്യങ്ങൾ മാറാൻ, ഉറക്കത്തിലുള്ള വർത്തമാനങ്ങൾ മാറാൻ, അവന്റെ പിച്ചിമ്പേം പറച്ചില് മാറാൻ, ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്നത് മാറാൻ, അത് മാത്രമല്ല കിടക്കുന്ന കിടപ്പിൽ കിടന്ന് മൂത്രമൊഴിക്കുന്ന ഒരു സ്വഭാവം അത് മാറാൻ എന്തെങ്കിലും ഒന്ന് പഠിപ്പിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അവിടെന്ന് പറഞ്ഞു കൊടുത്ത മറുപടിയാണ് അല്ലാഹു ലാ ഇലാഹ إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات والأرض. അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആയത്തുൽ കുർസി ഏത് വലിയ ദുഷിച്ച സ്വപ്നങ്ങൾ കാണുന്നവരാണോ ഇന്ന് മുതൽ കിടന്നുറങ്ങുന്ന സമയത്ത് ഈ ആയത്തുൽ കുർസി ഓതിയിട്ടങ്ങ് കിടന്നാൽ അവരൊരിക്കലും അവിടെ നിന്ന് ദുഷിച്ച സ്വപ്നങ്ങൾ കാണൂല. ചില ആളുകൾ സ്വപ്നം കണ്ടിട്ട് കിനാവില് ഇങ്ങനെ കാണും, ഒട്ടകം കുത്തിനെ ആന കുത്താൻ വരുന്നത്, പോത്ത് കുത്താൻ ഓടിക്കുന്നത്. ചിലപ്പോ ഉറക്കത്തിൽ എഴുന്നിട്ട് ഓടുകയൊക്കെ ചെയ്യും. ചിലപ്പോ ആളുകൾ കിടന്നിട്ട് ഉറക്കത്തിൽ കിടന്നിട്ട് അട്ടഹസിച്ച് കരയും അല്ലേ? ചില ആളുകൾ അട്ടഹസിച്ച് കരയും. എന്തിനാ? എഴുന്നേറ്റ് ഓടുന്നത് എന്തിനാണ്? കരയുന്നത് എന്തിനാണ്? സങ്കടപ്പെടുന്നത് എന്തിനാ? അതിനാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. നമ്മൾ വേണോന്നും പറഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ വിജയിക്കും, ഉറപ്പാണ്. നമുക്ക് ആരുടെക്കലും നമുക്കൊരു പരാതിയോ ഒരു പരിഭവമോ ഒന്നും നമുക്കില്ല. നമ്മൾ വിജയിക്കും എന്നുള്ളതിൽ 100% ഉറപ്പാണ്. അതിനാണ് ഈ പവിത്രമായ സന്തോഷകരമായ ഖുർആനിന്റെ ആയത്ത് ഓതണമെന്ന് പറയുന്നത്. ഇനിയോ എന്റെ സഹോദരങ്ങളെ പഠിച്ചുകൊള്ളുക. അല്ലാഹുവേ, രണ്ടാമതായിട്ട് അവിടുന്ന് പഠിക്കാനും നമ്മളോടുള്ള ചോദ്യമേതാ? ഉസ്താദ് എപ്പോഴും വാഹനം ഓടിക്കുന്നു. ഇന്നലെ ഒരു സഹോദരൻ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ ഞാൻ അവിടുന്ന് വാഹനം ഓടിക്കുന്നവനാണ്, എപ്പം നോക്കിയാലും ഓരോരോ അപകടങ്ങളാ, കിട്ടുന്ന കാശ് മുഴുവനും അതിനുവേണ്ടി അങ്ങ് ചിലവാവുകയാണ്, എന്ത് ചെയ്യുമെന്നറിയില്ലല്ലോ എന്ന് പറഞ്ഞ് സങ്കടത്തിൽ പെട്ടുകൊണ്ടൊരു ചെറുപ്പക്കാരൻ വിളിച്ചു. എന്നാലത് ചെറുപ്പക്കാർക്ക് മാത്രമല്ല എല്ലാവർക്കും, വാഹനം ഓടിക്കുന്നവർക്കും വാഹനത്തിൽ ഇരിക്കുന്നവർക്കുമല്ല. സൂറത്ത് അൻആമിന്റെ 103-ാമത്തെ ആയത്ത് 3 തവണയോ അതിലധികമോ ചൊല്ലുക, ഒരാപത്തും അവനിക്ക് വരൂല്ല. സൂറത്ത് അൻആം 103-ാമത്തെ ആയത്ത് ലാ തുദ്രികുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ വഹുവൽ ലതീഫുൽ ഖബീർ. ഒന്നാമത്തെ പഠിച്ചത് സ്വപ്നങ്ങൾ കാണാതിരിക്കാൻ, രണ്ടാമത്തതോ ഒരു അപകടത്തിലും നമ്മൾ പെടാതിരിക്കാൻ. അതിന് വാഹനം ഓടിക്കുന്നവരല്ല പെങ്ങളെ, നമ്മൾ എപ്പോഴെങ്കിലും ഒരു വാഹനത്തിൽ കയറിയിട്ട് യാത്ര ചെയ്യാൻ ഒരുങ്ങിയാലും അവിടെ നിന്ന് ഈ ഒരു സൂറത്ത് അൻആമിന്റെ 103-ാമത്തെ ആയത്ത് 3 തവണ വന്ന് ഓതാൻ പറ്റുമോ? നമ്മുടെ വീട്ടിൽ നിന്ന് കടന്നുപോയ പലരും ഇന്ന് കടന്നു വന്നിട്ടുള്ളത് വാഹനത്തിന്റെ ഉള്ളിൽ പെട്ടിട്ടാണ്. എന്നാൽ സൂറത്ത് അൻആം 103-ാമത്തെ ആയത്ത് ലാ തുദ്രികുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ വഹുവൽ ലതീഫുൽ ഖബീർ. ഈ ഒരു ഖുർആനിന്റെ ആയത്ത്, ഞാൻ സൂറത്തും ആയത്തിന്റെ എണ്ണവും പറഞ്ഞത് നിങ്ങൾക്ക് ഇനി കിടന്നിട്ട് ബുദ്ധിമുട്ടാതെ പെട്ടെന്ന് അതിനെ കണ്ടുപിടിക്കാനാണ്.
അതുകൊണ്ടാണ് ഈ ആയത്തിന് ഒരുപാട് മഹത്വങ്ങളുണ്ട്. നമ്മുടെ മക്കൾ സ്കൂളിൽ പോകുന്ന മക്കളോട്, നമ്മുടെ പ്രിയപ്പെട്ട വാഹനം ഓടിച്ചു പോകുന്ന ഭർത്താവിനോട്, എല്ലാവരോടും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ഈ ആയത്ത് ഓതാൻ പഠിപ്പിക്കണം. ഇനി വിദേശത്ത് പോകുന്നവരായാലും പ്രവാസ ലോകത്ത് പോകുന്നവരായാലും എങ്ങനെ ഉള്ളവരായാലും അവരെല്ലാവരും ഈ ആയത്തുകൾ ഓതിക്കൊണ്ട്, പ്രത്യേകിച്ച് പ്രവാസികൾ, അവരേറ്റവും കൂടുതൽ വാഹനം ഓടിക്കുന്നവരാണ്. എന്നാൽ അവിടെ നിന്ന് 3 തവണ അല്ലെങ്കിൽ 3 തവണയോ അതിൽ അധികമോ അവർ ഓതട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ലാ തുദ്രികുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ വഹുവൽ ലതീഫുൽ ഖബീർ. ഈ പരിശുദ്ധമായ ആയത്ത് അങ്ങനെ ഓതിക്കൊണ്ട് കടന്നു വന്നാൽ അൽഹംദുലില്ലാഹ്, വാഹനം ഓടിക്കുന്നവർക്ക് അവന്റെ കണ്ണിനൊരു കോട്ടം വരില്ല. എത്ര ദൂരത്തുനിന്ന് വരുന്ന അല്ലെങ്കിൽ അടുത്തുനിന്നൊരു അപകടം വരാൻ പോകുന്നുവെന്നറിഞ്ഞാൽ ആ ഒരു അപകടത്തിൽ നിന്നും അവനിക്ക് രക്ഷപ്പെടാൻ അതൊരു കാര്യമാണ്. ഇനി എന്നാൽ വാഹനത്തിന്റെ ഉള്ളിലേക്കൊന്ന് കടക്കുന്നവർ, അല്ലെങ്കിൽ യാത്ര പോകാൻ ഒരുങ്ങുന്നവർ, ഉംറയ്ക്ക് പോകാൻ ഒരുങ്ങുന്നവർ, യാത്ര ഉദ്ദേശിക്കുന്നവർ തന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഈ സൂറത്ത് ഓതൊരു സുന്നത്താണ്. സുന്നത്തെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രവാചകർ ചെയ്തു പോയതാണ്, നമ്മളൊക്കെ എപ്പോഴും ഓതുന്നതാണ്. ഈ ഒരു സൂറത്ത് ഓതി യാത്ര പോകുന്നു, എല്ലാ വിപത്തുകളിൽ നിന്നും സംരക്ഷണം ലഭിക്കുമെന്ന് ഇമാം അബൂ ഹസൻ അൽ ഖസ്വനി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിരിക്കുകയാണ്. ഈ ഒരു സൂറത്ത് അറിയാത്തവരില്ല. ലീലാഫി ഖുറൈശിൻ ഈലാഫിഹിം റഹ്ലത്തശ് ശിതാഇ വസ്സൈഫ് ഫൽയഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത് അല്ലദീ അത്അമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ്. സൂറത്തുൽ ഖുറൈശ് ഓതുന്നവർ, ഉംറയ്ക്ക് പോകുന്നവർ, ഹജ്ജിന് പോകുന്നവർ, കല്യാണത്തിന് പോകുന്നവർ, അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട് വാഹനത്തിൽ യാത്ര ചെയ്യാൻ ഒരുങ്ങുന്നവര് അവരവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് പരിശുദ്ധമായ സൂറത്തുൽ ഖുറൈശ് ഓതിയാൽ ലീലാഫി ഖുറൈശിൻ ഈലാഫിഹിം റഹ്ലത്തശ് ശിതാഇ വസ്സൈഫ് ഫൽയഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത് അല്ലദീ അത്അമഹും മിൻ ജൂഇ വആമനഹും മിൻ ഖൗഫ്. പടച്ചറബ്ബേ, അത് മാത്രവുമല്ല, ജീവിതത്തിന്റെ സകലമാന നൊമ്പരങ്ങളിൽ നിന്ന്, സകലമാന രോഗങ്ങളിൽ നിന്ന്, സകലമാന പ്രയാസങ്ങളിൽ നിന്നുമില്ല അതൊരു കാരണമാണ്. അതെല്ലാം വിജയിക്കാനുള്ളൊരു വഴിയാണ്, അതെല്ലാം രക്ഷപ്പെടാനുള്ളൊരു വഴിയാണ്. അതിന് അല്ലാഹുവേ നമുക്ക് മുഴുവനും തൗഫീഖ് തരണേ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് തരട്ടെ. ജീവിതം മെച്ചപ്പെടുത്താനും അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരുന്ന ഒരുപാട് നിഅമത്തുകളും ഒരുപാട് ആനുകൂല്യങ്ങളും, ആ നിഅമത്തും ആനുകൂല്യവുമെല്ലാം നമ്മൾ കൊണ്ടുവന്നുകൊണ്ട് ജീവിതം മെച്ചപ്പെടുത്തുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ പോലും അറിയാത്ത ഒരുപാട് സന്തോഷത്തിന്റെ വഴികൾ അള്ളാഹു നമുക്ക് തുറന്നു തരും. ജീവിതത്തിൽ പല പല സങ്കടത്തിന്റെ വഴികളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. പല വിഷമങ്ങളിലൂടെ, പല ബുദ്ധിമുട്ടുകളിലൂടെ, പല രോഗങ്ങളിലൂടെ, അല്ലെങ്കിൽ പല പല കിനാവുകൾ കണ്ടുകൊണ്ട് പേടിക്കുന്നതിലൂടെ, അങ്ങനെ പലരും പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാറുണ്ട്. എന്നാൽ ഒരുപാട് സഹോദരങ്ങൾ വിദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ട്. നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ പ്രിയപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം പലരും പല പല ജോലികളുടെ വഴികളിലൂടെ അവർ കടന്നു പോകുന്നവരാണ്. പല സങ്കടം അവരുടെ ജീവിതത്തിന്റെ ഉള്ളിലുണ്ട്. ആ ജീവിതവും ആ സങ്കടവുമെല്ലാം മാറിക്കിട്ടാൻ വേണ്ടി മനസ്സറിഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരുന്ന ഏറ്റവും വലിയ നിഅമത്ത് എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ ഖുർആനാണ്. ഇതൊരിക്കലും വെറുതെയാകൂല. ഒരിക്കലും ഒരു സങ്കടത്തിന്റെ, വിഷമത്തിന്റെ വഴികളിലൂടെ പോകുന്ന ഒരവസ്ഥയുമാകൂല.
നമ്മൾ ഇതിൽ നിന്ന് നമ്മൾ പഠിപ്പിച്ച 2-3 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഇവിടെ വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ പവിത്രമായ ഖുർആനിന്റെ ചില ആയത്തുകൾ നമ്മൾ ഇവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുത്തു. അതിന്റെ സന്തോഷ വാർത്ത നമുക്കിവിടെ കിട്ടി. ആ ഖുർആനിന്റെ ആയത്തുകൾ ഓതി ഇന്റർവ്യൂവിന് കടന്നു പോവുകയും അത് പാസ്സായി എന്നുള്ള സന്തോഷത്തിന്റെ വാർത്ത നമ്മൾ അറിയിപ്പിക്കുകയും ചെയ്തു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് പഠിക്കുന്ന അല്ലാഹുവിന്റെ കലാമുകൾ, അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആയത്തുകൾ അത് നമ്മൾ വേണ്ടുന്ന കോലത്തിൽ കൊണ്ടുവന്നാൽ നമുക്കൊക്കെ രക്ഷപ്പെടാമെന്നുള്ളതാണ്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. എല്ലാവരും മനസ്സറിഞ്ഞ ആമീൻ പറയാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി വമസീദ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ വഹബീബിനാ മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടലിനെ നീ സ്വീകരിക്കണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളുടെ രോഗങ്ങൾക്ക് ശമനം കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, അവർക്ക് എന്ത് രോഗമുണ്ടോ, സങ്കടങ്ങളുണ്ടോ, അതെല്ലാം നീ ശിഫ ചെയ്തു കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, അവർ സാധുക്കളാണ് റബ്ബേ, പാപികളാണ് തമ്പുരാനെ. അവരുടെ രോഗങ്ങൾ അറിയുന്ന നാഥാ, അവരുടെ രോഗങ്ങൾക്കൊക്കെ നീ ശമനം കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, പരിശുദ്ധമായ മഹനീയമായി മജ്ലിസിൽ സംഗമിച്ച പലരുടെയും പ്രിയപ്പെട്ടവര് ഖബറിടത്തിലാണ്. അവരുടെ ഖബറിടങ്ങൾ സ്വർഗത്തിന്റെ പൂങ്കാവനമാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഈമാനിന്റെ മാധുര്യം ലഭിക്കുന്ന ഉത്തമരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുവേ, ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞ് മനസ്സുകൊണ്ട് നീയത്തു ചെയ്തോ, അവരുടെയൊക്കെ മനസ്സിന്റെ സങ്കടങ്ങളും വേദനകളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളെല്ലാം നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹുവേ. ആവലാദികൾ കൊടുത്തുകൊണ്ട് പ്രയാസപ്പെടുത്തല്ല റഹ്മാനെ, ബുദ്ധിമുട്ടുകൾ കൊടുത്തുകൊണ്ട് പ്രയാസപ്പെടുത്തല്ല തമ്പുരാനെ. ഈ പരിശുദ്ധമായ ബറക്കത്തുകൊണ്ട് എല്ലാവരെയും ആപത്തുകളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നുമെല്ലാം നീ വിജയിപ്പിക്കണേ അല്ലാ, വിജയിപ്പിക്കണേ അല്ലാ. കണ്ണീരുകൾ കൊടുത്തുകൊണ്ട് സങ്കടത്തിൽ ആക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞോ അത് മുഴുവനും നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹുവേ. ഓരോരുത്തരുടെ ജീവിതത്തിൽ ഓരോരോ സങ്കടങ്ങളാണ്, പ്രയാസങ്ങളാണ്, നൊമ്പരങ്ങളാണ്, ബുദ്ധിമുട്ടുകളാണ്. അതെല്ലാം നീ മാറ്റണേ അല്ലാ, നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ജീവിതത്തിൽ നിന്റെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. അതില്ലാതെ ഞങ്ങളെ നീ ബുദ്ധിമുട്ടിലാക്കല്ല അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ മുഴുവനും നീ രക്ഷപ്പെടുത്തണേ അല്ലാ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ برحمتك يا أرحم الراحمين.